പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീൻ ഉൾപ്പെടെ വലിയ തരത്തിൽ പല വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ അന്ന് സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ബത്തേരിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിൻ്റെ ഡ്രൈവർ നിഖിൽ നമുക്കൊപ്പം ചേരുന്നത്. നിഖിൽ, അന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ കണ്ട കാഴ്ചകളൊന്ന് പറയാമോ? അത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവരെന്നെ വിളിക്കുകയാണ്. നെടുമങ്ങാടുന്ന് അവിടെ BJPയുടെ ജനറൽ സെക്രട്ടറി എന്നെ വിളിക്കുകയാണ്. ഇങ്ങനൊരു ആൾ മരിച്ചിട്ടുണ്ട്, നിഖിൽ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുകയും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൽപ്പറ്റയിൽ നിന്ന് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എത്താം, എന്നിട്ട് ഞാൻ വിളിക്കാം എന്ന് പറയുകയും അങ്ങനെ അവിടെ PGക്ക് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുടെ നമ്പർ എനിക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്തു. അത് ഏത് സമയത്താണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്? അവർ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്? 3:13 3:15 ആ റേഞ്ച് സമയത്താണ്. 3:13 തോന്നുന്നു ലാസ്റ്റ് ഇൻകമിങ് കോള്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഞാൻ വരാമെന്ന് പറയുകയും നേരെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുകയും ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഈ PGക്ക് പഠിക്കുന്ന പയ്യനുണ്ടായിരുന്നു അവിടെ. അവനോട് സംസാരിച്ചു. അപ്പോൾ എന്താ പറ്റിയത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെയും കൂട്ടി നേരെ ഡോക്ടറെ അടുത്തേക്ക് പോന്നു. ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻറ്റിമേഷൻ അയച്ചിട്ടുണ്ട്, നിഖിലെ സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുകയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടറാണോ? ആണ്, പരിചയമുള്ള ഡോക്ടറാണ്. ഞാൻ ഹോസ്പിറ്റലാണല്ലോ, നമ്മളിങ്ങനെ വൈത്തിരിയിൽ ഹോസ്പിറ്റലുള്ളത് കൊണ്ട് നമുക്ക് പരിചയമുള്ള ഡോക്ടറാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഞാൻ അവനെയും കൂട്ടി ഞാൻ കാർ എടുത്തിട്ടാണ് പോരുന്നത്. അങ്ങനെ കാർ എടുത്ത് നേരെ അവനെയും കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ചെന്ന സമയത്ത് അവിടെ SI ഒക്കെ ഉണ്ടായിരുന്നു. SI ഒക്കെ കണ്ട സമയത്ത് ഞാനിങ്ങനെ SIനോട് സംസാരിച്ച സമയത്ത് സാർ പറഞ്ഞു ഇങ്ങനെ മൊഴിയെടുക്കുകയാണ്, കുട്ടികളെ മൊഴിയെടുക്കുകയാണ്, ആയിക്കോട്ടെ എന്ന് പറയുകയും അങ്ങനെ CI സാർ വരികയും നല്ല മാന്യമായിട്ട് അവരൊക്കെ സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയും അപ്പോൾ സാറ് പറഞ്ഞു പിന്നെ നമുക്ക് ബോഡി ഫീസർ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റണമല്ലോ നിഖിലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എൻ്റെ അടുത്തുണ്ടല്ലോ സാറേ, ഞാൻ ഒരു കാര്യം ചെയ്യാം, കാർ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആംബുലൻസ് എടുത്ത് വരിക എന്ന് പറഞ്ഞ് പോയി. ആംബുലൻസ് എടുത്ത് വരുന്ന സമയത്താണ് ഡീനിനെ ഞാൻ അവിടെ കാണാനിടയായത്. അത് പുറത്ത് സ്റ്റേഷനിലുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേഷനിലാണോ ആശുപത്രിയിലാണോ? സ്റ്റേഷനിൽ അങ്ങനെ കാണുകയും അപ്പോൾ അദ്ദേഹം പിന്നെ ഇവരോട് ഇങ്ങനെ ചോദിച്ചു തന്നു, ആരാ പറഞ്ഞു എന്താണെന്ന് ഞാനങ്ങ് വന്നതെന്നറിയില്ലല്ലോ. അപ്പം വീട്ടിൽ അറിഞ്ഞോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറയുകയും ചെയ്തു എന്നെ അവിടുന്ന് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, എനിക്ക് അദ്ദേഹം ഡീനാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നിങ്ങളോടാണോ ചോദിച്ചാലേ അവിടെയുള്ള കുട്ടികൾ? എന്നോട് അദ്ദേഹം ചോദിച്ചു. എന്താ കൃത്യമായിട്ടത്? അദ്ദേഹം ചോദിച്ചത് വീട്ടിലറിഞ്ഞോ എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. അപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു ഇത് ആരാന്ന്. അപ്പോൾ പ്രിൻസിപ്പാളാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറയുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു എന്നെ അവിടുന്ന് നെടുമങ്ങാട് നിന്നാണ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, ഇങ്ങനെ സംഘടനയുടെ കാര്യകർത്താക്കൾ വിളിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇടപെട്ടതെന്നും പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മറുപടി എന്തായിരുന്നു? ഒന്നും പറഞ്ഞില്ല, ഉണ്ടാണ്ടെന്നു മൂപ്പര്. അത് കഴിഞ്ഞു ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ബോഡി എടുത്ത് നേരെ ബത്തേരി ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്ന സമയത്ത് സ്കെച്ചറിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. അപ്പം സാധാരണ ബ്ലഡ് ഉണ്ടാവാറില്ല, അപ്പം അങ്ങനെ ചെറിയ ബ്ലഡ് ഉണ്ടായിരുന്നു. ഞാൻ ഫീസറിലേക്ക് എടുത്തു വെച്ചു. ഞങ്ങളും 2 കുട്ടികളും ഉണ്ടായത് എടുത്തു വെക്കാൻ. ഫീസറിലേക്ക് എടുത്തു വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കെച്ചർ കഴുകി വണ്ടിയിലാക്കി വരുന്ന സമയത്ത് അപ്പോഴാണ് ഡീൻ എന്ന് പറയുന്ന ആൾ ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നേ ഉള്ളൂ. അതായത് വൈത്തിരി ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ട് വരും. അദ്ദേഹം അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് പിന്നെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകണം, ആംബുലൻസിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഇതില്ലല്ലോ. അപ്പോൾ പോലീസുകാരനുണ്ടായിരുന്നു, നിങ്ങളതിൽ കയറ്റിക്കോളാൻ പറഞ്ഞു. അല്ല നീ അപ്പോൾ എന്നോട് എടുത്തേം വേഗം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയാൽ പോരെ അദ്ദേഹം മക്കളെന്ന് വെച്ചു. നമ്മൾ സാറേ മക്കളെ ഈ കാറിൽ കൊണ്ടുപോകണം, ഇവിടെ പോലീസിന് പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് കഴിയാണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. ഇതാണ് സംഭവം ഉണ്ടായത്. എന്നിട്ട് പിന്നെ 2 കുട്ടികളെ അദ്ദേഹം കാറിൽ കയറ്റി. ഇതിലിപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ അങ്ങ് കണ്ടോന്ന് എനിക്കറിയില്ല. 1:45 അദ്ദേഹം മരണവിവരം അറിയുന്നത്. പെട്ടെന്ന് തന്നെ വീട്ടുകാരെ അറിയിച്ചു എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അത് പോലീസ് സ്റ്റേഷനാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് നിങ്ങൾ ചെന്നതിലും വീട്ടുകാർ അറിഞ്ഞതിലും പുള്ളിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു വീട്ടുകാർ അറിഞ്ഞോ ഈ സംഭവം എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. ഞാൻ ഇദ്ദേഹം പ്രിൻസിപ്പാളാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇതാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ നെടുമങ്ങാട് നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് ഈ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും അല്ല, അദ്ദേഹം ഒന്ന് തല താത്തി അങ്ങനെ നിന്നല്ലാണ്ട് നമ്മളോട് പിന്നെ വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ വേറെ ഒന്നും പറഞ്ഞതുമില്ല. ഈ നെടുമങ്ങാട് ഈ വിവരം അറിഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് നിങ്ങളെ വിളിച്ച ആളുകൾ പറഞ്ഞിരുന്നു? ആരാണ് അറിയിച്ചത്? PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ കോളേജിൽ നിന്ന് അറിയിച്ചതല്ല? അല്ലല്ല, എന്നോട് PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അറിഞ്ഞത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് അവരറിയുന്നത്.
നിഖിൽ പറയുന്നതനുസരിച്ച് ഈ ഡീന് ഈ വീട്ടുകാരിൽ ഈ വിവരം എത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടുകാരറിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഡീൻ പറഞ്ഞിരിക്കുന്നത് 1:45 സംഭവം അറിയുന്നു, പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പെട്ടെന്ന് ചെയ്തത്. പക്ഷേ മരണം സംഭവിച്ചു. തുടർന്ന് പെട്ടെന്ന് തന്നെ വീട്ടുകാരെ അറിയിച്ചു എന്നുള്ള വാദം ഡീൻ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഇനി വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാവുകയും വേണം. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, വയനാട്.